ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഗുഡ്നസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകരെയും റേമായുടെ ഈ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു കഴിയുമ്പോഴും അവർ വീണ്ടും ഏകരാവുകയാണ്. എത്രയൊക്കെ മക്കളോ കൊച്ചുമക്കളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും തുണയായി ഉണ്ടായിരുന്ന വ്യക്തി പോയി എന്ന് പറയുമ്പോൾ അവർ വീണ്ടും ഏകാന്തതയിലേക്ക് പോവുകയാണ്. ഈ സമയങ്ങളിലൊക്കെ തന്നെ നമ്മൾ പ്രതിജ്ഞ ചെയ്യുന്നത് കണക്ക് ഇന്നു മുതൽ മരണം വരെ, അതായത് ഈ ദമ്പതികളിൽ ആരെങ്കിലും ഒരാൾ മരിക്കുന്നിടം വരെയാണ് വിശ്വസ്തത പുലർത്തേണ്ടത്. അതിനുശേഷം ദൈവം അനുവദിക്കുകയാണെങ്കിൽ, അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ അവർ മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കണമെന്ന് തന്നെയാണ് സഭ ആഗ്രഹിക്കുന്നത്. വിധവയാകേണ്ടി വരുമ്പോൾ പിന്നീട് അവർക്ക് സമൂഹത്തിൽ ഒരു സെക്യൂരിറ്റി അത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. കാരണം എത്രയോ സമൂഹത്തിന്റെ ഇടയിലൂടെ നടക്കുമ്പോഴും അവരുടെ സെക്യൂരിറ്റി. ഭാര്യമാര് മരിച്ചു കഴിയുമ്പോൾ പുരുഷന്മാർ പിന്നെ അധികം നാളിങ്ങനെ ജീവിച്ചിരിക്കില്ല. അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ഒരു ധൈര്യവും മനസ്സിന്റെ ധൈര്യവും ഒക്കെ കുറവായിരിക്കും. പക്ഷെ സഹോദരിമാര്, സ്ത്രീകൾ ഒരു പക്ഷെ അതിനെ നന്നായിട്ട് ഓവർകം ചെയ്യുന്നവരുണ്ടായിരിക്കും. സ്നേഹമുള്ളവരെ, ഇന്ന ദിവസം ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് 4 വൈദികരാണ്. ഈ 4 വൈദികരെയും നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നു. ഇവിടെ ഇരിക്കുന്നത് ജോസ് തൈലച്ചനാണ്. ഇത് ജസ്റ്റിൻ കപ്പുലുമാക്കലച്ചൻ. ഇത് ജോസഫ് ഓണാട്ടച്ചൻ. ഞാൻ ഫാദർ ആൽഫിൻ മണവാളൻ. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഈ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് നമുക്കൊരു ഗാനത്തോടൊപ്പം നമുക്ക് ആരംഭിക്കാം. പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങേണമേ, അഭിഷേകം ചെയ്തന്നെ, പുതു സൃഷ്ടിയാക്കണേ. ജീവജലം നീയല്ലോ, ദാഹം തീർക്കും ആത്മനേ, അഭിഷേകം ചെയ്തന്നെ, പുതു സൃഷ്ടിയാക്കണേ. പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങേണമേ, അഭിഷേകം ചെയ്തന്നെ, പുതു സൃഷ്ടിയാക്കണേ. സ്നേഹമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലും നമ്മൾ കുടുംബത്തെ പറ്റിയും കുടുംബമായിട്ട് ബന്ധപ്പെട്ട ബന്ധങ്ങൾ, പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതം, മക്കൾ മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം, ഇതിനെക്കുറിച്ചൊക്കെ വളരെ ആഴത്തിലും സഭയുടെ പഠനങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. നമുക്കിതിനാൽ തന്നെ ഒരുപാട് അതിനെപ്പറ്റി സഭ എന്താണ് നമ്മളോട് സംസാരിക്കുന്നത്, ദൈവം സഭയിലൂടെ നമ്മളോട് എന്ത് സംസാരിക്കുന്നു എന്നൊക്കെ നമ്മൾ ആഴത്തിൽ കണ്ടുമുട്ടി. ഇന്ന ദിവസം നമ്മൾ ചിന്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്, സഭ എപ്പോഴും എല്ലാവരും ഉൾക്കൊള്ളുന്നവരാണ്. എല്ലാ വ്യക്തികളെയും, അത് അകന്നുപോയവരെയും അകത്തിരിക്കുന്നവര്, ഭിന്നിച്ചു നിൽക്കുന്നവര്, എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് സഭ. സഭ ഉൾക്കൊള്ളുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് മരണം മൂലം വേർപെട്ടു പോയവരുടെ ഒരു ജീവിത രീതി. മരണം മൂലം വേർപെട്ടു പോയതിനു ശേഷം അതിൻ്റെ വേർപാടിൽ മുന്നോട്ട് പോകുന്ന കുടുംബാംഗങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് വിധവകളായിട്ടുള്ളവര് അല്ലെങ്കിൽ വിഭാര്യരായിട്ടുള്ളവര്. വിധവകള്, വിഭാര്യര്, ഇത് സഭയിൽ ഈ കാലഘട്ടത്തിൽ വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഭാഗമാണ്. നമുക്കറിയാം, വളരെ നന്നേ ചെറുപ്പത്തിൽ തന്നെ വിധവകളായി മാറിയവര്, വിഭാര്യരായവരൊക്കെ ഉണ്ട്, വാർദ്ധക്യത്തിലായവരുണ്ട്. അതിൻ്റെ എല്ലാം സങ്കടങ്ങളുടെ തോത് വ്യത്യാസമാണ്. ഓരോ മനുഷ്യനും കടന്നു പോകുന്നത് പല വിധത്തിലാണ്, പല രീതിയിലാണ് കടന്നു പോകുന്നത്. സഭ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? നമ്മൾ ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ആ ഒരു വിഭാഗത്തെ നോക്കിക്കാണേണ്ടത്? അങ്ങനെ ആയിരിക്കുന്നവരെങ്ങനെയായിരിക്കണം ദൈവഹിതത്തെ നോക്കിക്കാണേണ്ടതെന്നാണ് നമ്മൾ വളരെ ആഴത്തിൽ ചിന്തിക്കാൻ പോകുന്നത്. ഞാനിത് പറയുമ്പോൾ ഒരു ചെറിയൊരു സംഭവം പറയാം. പോപ്പുലർ മിഷൻ ധ്യാനത്തിന് പോയപ്പോൾ കണ്ടുമുട്ടിയ ഒരു അപ്പച്ചനാണ്. ഒരു സാധുവായൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഭർത്താവും, മക്കളില്ല, ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭാര്യ ഒരു 2 ആഴ്ച മുമ്പ് ഒരു ആക്സിഡന്റൽ ഡെത്ത് ആയിരുന്നു, പെട്ടെന്നുള്ള വേർപാടായിരുന്നു. ഈ അപ്പച്ചന് എനിക്ക് തോന്നുന്നു ഒരു 65 വയസ്സൊക്കെ പ്രായം തോന്നിക്കും, പ്രായത്തിലുള്ള മനുഷ്യനാണ്. ഈ അപ്പച്ചൻ എൻ്റെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞു.
കുറേ നേരം കരഞ്ഞിട്ടാണ് ഭാര്യയുടെ വേർപാടിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ ആ ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ ദൈവത്തോട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ ഭാര്യ മരിക്കുന്നതിന് മുൻപ് എനിക്ക് മരിക്കണം, എൻ്റെ ഭാര്യ എന്നെ വിട്ട് പോകുന്നതിന് മുൻപ് എനിക്ക് മരിക്കണം എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നിട്ട് ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞ വിഷമം ഇതാണ്: ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ അച്ഛാ, എൻ്റെ ഭാര്യ കഴിഞ്ഞ ആഴ്ച, അവർ 2 ആഴ്ച മുമ്പ് മരിച്ചുപോയി. പെട്ടെന്നുള്ള മരണമായിരുന്നു, പെട്ടെന്നുള്ള വേർപാടായിരുന്നു. ഞാനിപ്പോൾ ആരും ഇല്ലാത്തവനായിട്ട് ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോവാണ്, ഇനി എന്താവുമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് വിഷമിച്ച അപ്പച്ചനെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നി. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, പെട്ടെന്നുള്ള വേർപാട് കുടുംബത്തിലുള്ള കുറേ പേരെ സങ്കടത്തിലേക്ക്, ആഴത്തിലേക്ക് വിടുന്നുണ്ട്. പ്രത്യേകിച്ച് വിധവകളായിട്ട് മാറുന്നവർ, പ്രത്യേകിച്ച് വളരെ 50 വയസ്സിൽ 40 വയസ്സിലൊക്കെ വിധവകളാകുന്നവർ, വിഭാര്യരാകുന്നവരൊക്കെ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ചിന്തിക്കണമല്ലോ എന്ന് കടന്നുപോയൊരു സമയമായിരുന്നു ആ ദിവസങ്ങളൊക്കെ. നമ്മൾ ഈ ദിവസം നമ്മളിവിടെ 4 അച്ഛന്മാരുണ്ട്. നമ്മുടെ വൈദിക ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടിയ വ്യക്തികളും അവരുടെയൊക്കെ ജീവിതം കാണുമ്പോൾ നമുക്കും തോന്നിയിട്ടുണ്ട് വളരെ ഗൗരവത്തിൽ അവരെ പറ്റി ചിന്തിക്കണം. സഭ വളരെ പോസിറ്റീവായിട്ടാണ് അത്തരം കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. ഒരു പുനർവിവാഹത്തെ കുറിച്ചൊക്കെ എന്തുകൊണ്ട് നമുക്കൊരു പുനർവിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൂടാ, അല്ലെങ്കിൽ സഭ അതെങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഈ സമയത്തൊന്ന് പങ്കുവെക്കാം. സഭ പുനർവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, പക്ഷെ സമൂഹം പ്രോത്സാഹിപ്പിക്കുന്നില്ല. സമൂഹം അത് ശരിക്കും എനിക്ക് തോന്നുന്നു ശരി അവജ്ഞതയോടെയാണ് കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് പ്രത്യേകിച്ച് അവര് ഇപ്പം അച്ഛൻ പങ്കുവെച്ച ഒരു അപ്പച്ചൻ, ആ അപ്പച്ചൻ ഒരാഗ്രഹം പ്രകടിപ്പിക്കുകയാണ്, എനിക്കൊരു പുനർവിവാഹം നടത്തിക്കൊള്ളാം എന്ന് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ മക്കള് തന്നെ അല്ലെങ്കിൽ കൂട്ടക്കാര്, ബന്ധുക്കാര് അവരാദ്യമേ ചിന്തിക്കുന്നത് എന്താ, ഈ അപ്പച്ചന് ലൈംഗികമായ ചിന്തകളാണെന്നാണ്. അവരെല്ലാം ലൈംഗിക മേഖലയിലേക്കാണ് അത് കൊണ്ടുപോവുക. പക്ഷേ ഇവരുടെ ഒറ്റപ്പെടലുകളോ ഇവരുടെ ഈ ഒരു എന്താ പറയുക സോഷ്യൽ സപ്പോർട്ടിനെ കുറിച്ചോ ഇമോഷനെ കുറിച്ചോ ഒന്നും ആരും ചിന്തിക്കുന്നില്ല. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. അത് ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു കഴിയുമ്പോഴും അവർ വീണ്ടും ഏകരാവുകയാണ്. എത്രയൊക്കെ മക്കളോ കൊച്ചുമക്കളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും തുണയായി ഉണ്ടായിരുന്ന വ്യക്തി പോയി എന്ന് പറയുമ്പോൾ അവർ വീണ്ടും ഏകാന്തതയിലേക്ക് പോവുകയാണ്. അപ്പൊ സമൂഹം ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. യഥാർത്ഥത്തിൽ അവരെ ഒന്ന് പുനർവിവാഹം, നമ്മൾ നിർബന്ധിച്ച് പുനർവിവാഹം നടത്തുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്, പ്രോത്സാഹിപ്പിക്കാം. അതായത് അച്ഛൻ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ സഭയും ആഗ്രഹിക്കുന്ന പുനർവിവാഹം ഉണ്ടെന്ന്. എന്നാൽ പൗലോസ്ലീഹായുടെ ലേഖനത്തിൽ ഒരു ഭാഗം ചിലപ്പോൾ നമുക്ക് ഒരുപാട് അസ്വസ്ഥത ഉണ്ടാകുന്ന ഒരു ഭാഗം നമ്മൾ കണ്ടുമുട്ടുന്നുണ്ടല്ലോ. പൗലോസ്ലീഹ പറയുന്നുണ്ട്, ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ തുടരട്ടെ എന്ന് പറയുന്നുണ്ട്. കൊറിന്തോസ്യർക്ക് എഴുതിയ ലേഖനത്തിലെ 7-ാം അധ്യായത്തിൽ പറയുന്നതാണ്, ഭാര്യ മരിച്ചു പോയാൽ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു പോയാൽ അവരായിരിക്കുന്ന അവസ്ഥയിൽ തുടരുന്നു പോട്ടെ. അത് നമ്മൾ ആ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. പൗലോസ്ലീഹ ഈ ലേഖനം എഴുതുമ്പോൾ ഇംപെൻഡിങ് പരൗസിയ എന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. അതായത് ക്രിസ്തുവിന്റെ 2ാം വരവ് ഉടനെ ഉണ്ടാകും. അവർ ആ ക്രിസ്തുവിന്റെ 2ാം വരവ് ഉടനെ പ്രതീക്ഷിച്ചിരിക്കുക. അപ്പൊ ആ ക്രിസ്തുവിന്റെ 2ാം വരവിന് വേണ്ടി നമ്മൾ തയ്യാറെടുത്തിരിക്കുക എന്നൊരു ചിന്തയുണ്ട്. പിന്നെ പൗലോസ്ലീഹ കുറച്ചും കൂടി ഓർത്തഡോക്സ് രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ലൈംഗികതയെ അത്ര അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല. നമ്മള് പൗലോസ്ലീഹ പറയുന്നുള്ളൂ എന്നെ പോലെ ആയിരിക്കും, പക്ഷെ അതിന്റെ അർത്ഥം വിവാഹത്തെ എതിർക്കുന്നു എന്നുള്ളതല്ല. മാത്രമല്ല പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഇനി വിവാഹം കഴിക്കണമെന്ന്, പുനർവിവാഹം കഴിക്കാൻ ആഗ്രഹമുള്ളവർ കഴിച്ചോളാനും പൗലോസ്ലീഹ പറയുന്നുണ്ട്. പക്ഷെ അതുപോലെ തുടരുന്നതെന്നല്ല. അത് ആ ഒരു കോണ്ടെക്സ്റ്റിലേ നമ്മൾ മനസ്സിലാക്കാൻ പാടുള്ളൂ. ഒരു ക്രിസ്തു 2ാമത് വരും, അപ്പോൾ അന്ത്യവിധി എന്നുള്ളത് ഉടനെ സംഭവിക്കും. അപ്പൊ നമ്മൾ അതിനുവേണ്ടി തയ്യാറെടുക്കുക, അതല്ലാതെ നമ്മൾ നമ്മുടെ സുഖത്തിന് വേണ്ടി പോകാതിരിക്കുക. നമ്മൾ അതിനു വേണ്ടി ആ ഒരർത്ഥത്തിലാണ് പൗലോസ്ലീഹ അത് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ സുവിശേഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം, അതിലെ ഈശോയുടെ വംശാവലി പറയുമ്പം 4 സ്ത്രീകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതിലെ ഒന്ന് യഹൂദ പോലും അല്ല എന്നുള്ളതാണ്. റൂത്താണ്, മോവാബ്യ സ്ത്രീയാണ്. പക്ഷെ അവളും ഈശോയുടെ വംശാവലിയിൽ ഉൾപ്പെട്ടു. അതിനൊരു കാരണമുണ്ട്. നമുക്കറിയാം, റൂത്ത് വിവാഹം ചെയ്ത ഒരാള് യഹൂദനായിട്ടുള്ള ഒരു മനുഷ്യൻ നവോമിയുടെ മകനെയായിരുന്നു വിവാഹം ചെയ്തത്. നവോമിയുടെ ഭർത്താവ് നവോമിക്ക് നഷ്ടപ്പെട്ടു. പിന്നെ അതിനുശേഷം ഈ റൂത്തിന്റെ ഭർത്താവ്, അതായത് നവോമിയുടെ മകനും നവോമിക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ മൊവാബ്യ സ്ത്രീയായിട്ടുള്ള റൂത്ത് ഈ അമ്മയെയും അതുപോലെ തന്നെ ഭർത്താവിന്റെ വിശ്വാസമായ യഹൂദ വിശ്വാസത്തെയും സ്വീകരിച്ച് വളരെ വിശ്വസ്തയോടുകൂടെ ഈ അമ്മയുടെ കൂടെ യാത്രയാവുന്നുണ്ട്. ഈ യാത്രയിലുടനീളം അമ്മ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു ദേശത്ത് പാർക്കുമ്പോൾ പോലും അമ്മ ഇവളെ നിർബന്ധിക്കുന്നുണ്ട് മറ്റൊരു വിവാഹത്തിന് വേണ്ടി.
അങ്ങനെയാണ് ബോവാസിൻ്റെ ഭാര്യയായിട്ട് ഇവൾ മാറുന്നത്. അത് ഈ നവോമിയുടെ തന്നെ മറ്റൊരു ബന്ധുവായിട്ടുള്ള ഒരു സമ്പന്നനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇവളെ സ്വന്തമാക്കുന്നത്. ഇതിലൂടെ ബൈബിൾ തന്നെ നമ്മളോട് പറഞ്ഞു വെക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ആശയം എന്ന് പറയുന്നത്, മനുഷ്യർ മരിക്കാം, അത് അവരുടെ കുഞ്ഞുപ്രായത്തിൽ മരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വിവാഹം ചെയ്ത് വലിയ നാളാകുന്നതിന് മുമ്പ് മരിക്കാം, വാർദ്ധക്യത്തിൽ മരിക്കാം. ഈ സമയങ്ങളിലൊക്കെ തന്നെ നമ്മൾ പ്രതിജ്ഞ ചെയ്യുന്നത് കണക്ക് ഇന്നു മുതൽ മരണം വരെ, അതായത് ഈ ദമ്പതികളിൽ ആരെങ്കിലും ഒരാൾ മരിക്കുന്നിടം വരെയാണ് വിശ്വസ്തത പുലർത്തേണ്ടത്. അതിനുശേഷം ദൈവം അനുവദിക്കുകയാണെങ്കിൽ, അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ അവർ മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കണമെന്ന് തന്നെയാണ് സഭ ആഗ്രഹിക്കുന്നത്. എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു കുടുംബത്തെ അറിയാം. 55-നും 60-നും ഇടയ്ക്ക് പ്രായമുള്ള ഒരു ആൻറ്റി മരിച്ചു. ആളുടെ ഭർത്താവിന് തീർച്ചയായിട്ടും ഒരു 60 വയസ്സെങ്കിലും പ്രായമുണ്ടായിരിക്കണം. മക്കളൊക്കെ അത്യാവശ്യം നല്ല നിലയിലും എത്തി, അവർ ജോലി പോലുമായി. ആ ജോലിയൊക്കെ തേടി അവർ പല സ്ഥലങ്ങളിൽ ആയിരിക്കുന്ന സമയത്താണ് ഈ അമ്മ മരിക്കുന്നത്. ഈ അമ്മ മരിച്ച സമയത്ത് തിരികെ മക്കളെത്തി ശവസംസ്കാര ശുശ്രൂഷകളും കാര്യങ്ങളും എല്ലാം നിർവഹിച്ച്, പിന്നെ എനിക്ക് തോന്നുന്നു 1 വർഷവും കൂടെ പൂർത്തിയായതിനു ശേഷം മക്കൾ അപ്പനെ നിർബന്ധിക്കുകയാണ് മറ്റൊരു വിവാഹത്തിന് വേണ്ടിയിട്ട്. കാരണം ഇവർക്കറിയാം ഇവരുടെ അപ്പൻ ഇനിയിപ്പം ഈ പറഞ്ഞ കണക്ക് മറ്റു മനുഷ്യരൊക്കെ ചിന്തിക്കുന്ന കണക്ക് ഒരു ലൈംഗിക കാര്യങ്ങൾക്കൊന്നും വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ അപ്പൻ തനിച്ച് ജീവിക്കുന്നത് നല്ലതല്ല. അത് തന്നെയാണ് ബൈബിളിന് പറയുന്നത്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ഇപ്പം ഈ മക്കളൊക്കെ വിദൂരങ്ങളിലായിരിക്കുമ്പോൾ ഈ അപ്പൻ തനിച്ചായി പോകുമ്പോൾ ഈ ഒരു പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ട് ഈ മക്കൾ തന്നെ അപ്പൻ്റെ ഒരു പുനർവിവാഹത്തിന് തയ്യാറെടുക്കുകയാണ്. അന്നൊക്കെ ഞാനും ചിന്തിച്ചു, ഞാനന്ന് അച്ഛനാകാനൊന്നും പോയിട്ടില്ല. ഞാൻ ഈ മക്കൾക്ക് എന്തിൻ്റെ കേടാ, ഇവരെന്തിനാണ് ഇങ്ങനത്തെ ഒരു അപമാനം വരുത്തി വെക്കുന്നത്? കാര്യം അന്നത്തെ ഒരു അറിവില്ലായ്മയിൽ ഞാൻ ചിന്തിച്ചു പോയതാ. ഇതൊരു തെറ്റായിട്ടുള്ളൊരു കാര്യം പോലെയൊക്കെ അന്ന് മനസ്സിൽ തോന്നി. സമൂഹം അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഇന്ന് നോക്കുമ്പം ഈ മനുഷ്യന് തുണയായിട്ട് ഈ സ്ത്രീയേ ഉള്ളൂ. അന്ന് ആ മക്കള് നിർബന്ധിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം കഴിച്ച വിവാഹത്തിൽ, അത് സാധുവായിട്ടുള്ളൊരു വിവാഹം നമ്മുടെ ദേവാലയത്തിൽ വെച്ച് തന്നെ വളരെ ആഘോഷമായിട്ട് ഈ മക്കൾ നടത്തുകയൊക്കെ ചെയ്തു. അപ്പം തീർച്ചയായിട്ടും ഈ പുനർവിവാഹത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ഈ വലിയ പ്രായമാകുന്നതിന് മുമ്പ് തന്നെ ഒരു 10-40 വയസ്സിൽ തന്നെ വിധവകളായി തീർന്ന ഒരു 3-4 പേരെയെങ്കിലും ഞാൻ കാണുകയും ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്ത് അവരോട് സംസാരിക്കുമ്പോൾ, മറ്റൊരു വിവാഹത്തിന് വേണ്ടി ഞാൻ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവർ പറയും, അയ്യോ അച്ഛന് മനസ്സിലാകുന്നില്ല ഞങ്ങളുടെ വിഷമം, ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു വിവാഹത്തിന് താല്പര്യമില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം അവർ എന്തിനെയൊക്കെ ഭയക്കുന്നുണ്ട്. ഒരു സോഷ്യൽ സ്റ്റിഗ്മ പോലെ അവരെ എന്തിനോ ഒക്കെ തടസ്സപ്പെടുത്തുന്നു. ഈ സ്റ്റിഗ്മ നമ്മൾ പറയുന്നതോടൊപ്പം വിധവകളുടെ കാര്യം നമ്മൾ പറഞ്ഞു വയ്ക്കും. വളരെ ചെറുപ്രായത്തിൽ തന്നെ വിധവയാകേണ്ടി വരുമ്പോൾ പിന്നീട് അവർക്ക് സമൂഹത്തിൽ ഒരു സെക്യൂരിറ്റി അത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. കാരണം എത്രയോ സമൂഹത്തിന്റെ ഇടയിലൂടെ നടക്കുമ്പോഴും അവരുടെ സെക്യൂരിറ്റി, അവരുടെ സുരക്ഷിതത്വം ആരേറ്റെടുക്കും? അവർക്ക് 1-2 പിള്ളേരുണ്ടെങ്കിൽ ആ പിള്ളേരുടെ സുരക്ഷിതത്വം, ഭാവി ആരേറ്റെടുക്കും? ഇതൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് എല്ലാം ഉത്തരം കൂടിയാണ് കേട്ടോ ഇതാ. വേർപാട് കഴിയുമ്പോൾ ഉണ്ടാവുന്നത് ഈ പുരുഷന്മാർക്കാണ് കൂടുതൽ ഇങ്ങനെ ഒറ്റയ്ക്ക് പിന്നീട് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, ഇങ്ങനെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പലരും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഭാര്യമാര് വലിച്ചു കഴിയുമ്പോൾ പുരുഷന്മാർ പിന്നെ അധികം നാളിങ്ങനെ ജീവിച്ചിരിക്കില്ല. അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ഒരു ധൈര്യവും മനസ്സിന്റെ ധൈര്യവും ഒക്കെ കുറവായിരിക്കും. പക്ഷെ സഹോദരിമാര്, സ്ത്രീകൾ ഒരു പക്ഷെ അതിനെ നന്നായിട്ട് ഓവർകം ചെയ്യുന്നവരുണ്ടായിരിക്കും. ഈ സോഷ്യലായിട്ടുള്ള ആ ഒരു പ്രശ്നം കിടക്കുന്നത്, അത് എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിലൊക്കെ കുറേയൊക്കെ മാറുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു പരിചയത്തിലുള്ള ഒരു സെമിനാരിക്കാരനാണ്, രൂപതയിലുള്ള സെമിനാരിക്കാരനാണ്. അപ്പോൾ എനിക്ക് ചെറിയൊരു പരിചയമുള്ളൂ. അപ്പോൾ അവനെ എവിടെയാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവൻ അമ്മയുടെ കല്യാണത്തിന് പോയതാന്ന് പറഞ്ഞു. തിയോളജി പഠിക്കുന്ന ഒരു ബ്രദറാണ്, അമ്മയുടെ കല്യാണത്തിന് പോയതാന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ചിരിച്ചു. അപ്പോൾ ചിരിച്ചപ്പോൾ ഞാൻ ചിരിച്ചില്ല, പക്ഷെ എനിക്ക് മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ചത്. പിന്നെയാണ് മനസ്സിലായത്, ഇവൻ്റെ പപ്പ മരിച്ചു, മമ്മിയെ ഇപ്പോൾ രണ്ടാമതൊരു വിവാഹത്തിന് വേണ്ടിയിട്ട് മക്കള് നിർബന്ധിച്ചു. നോക്കണം, അത് സെമിനാരിക്കാരനും കൂടിയാണ്. അപ്പോൾ ഒരു അച്ഛനാവുന്ന സമയത്തൊക്കെ അതൊരു ബുദ്ധിമുട്ടാവില്ല എന്നൊക്കെ എല്ലാവരും ചിരിച്ചു. അതുകൊണ്ടാണ് ചിരിച്ചത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ അങ്ങനെ മാറി വരുന്നുണ്ട്. പക്ഷെ അത് ഈ സഹോദരന്റെ പട്ടത്തിന്റെ സമയത്തൊക്കെ ഒരുപാട് ഉപകാരമായിട്ട് മാറിയിട്ടുണ്ടാവുമല്ലോ. അതായത് ആ പട്ടത്തിന്റെ കാര്യങ്ങൾക്ക് നടത്താനും എല്ലാത്തിനും അപ്പന്റെ സ്ഥാനത്ത് ഉണ്ടായെന്നുള്ളത്. അപ്പൊ കൂട്ട് ഇണന്നൊക്കെ പറയുന്നത് മരണത്തോളം നിലനിൽക്കേണ്ടതാണ്. സോഷ്യൽ സ്റ്റിഗ്മയെ കുറിച്ച് അച്ഛൻ പറഞ്ഞപ്പം എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തില് ഇപ്പൊ സ്ത്രീകൾ ചിലപ്പം ചിലവർ ആഗ്രഹിക്കുന്നുണ്ടാവാം ഒരു പുനർവിവാഹത്തിന്, പക്ഷെ സമൂഹം പ്രോത്സാഹിപ്പിക്കുന്നില്ല. പിന്നെ ചിലവർ ഭയപ്പെടും ഇത് പറയാൻ. ഓക്കെ, ഒരു സ്ത്രീക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പുറത്ത് പറയാൻ പേടിയുള്ളവരുണ്ട്. അതിനൊരു കാരണം എനിക്ക് തോന്നുന്നു,
ഇവരൊരു പുനർവിവാഹം ആഗ്രഹിച്ചാൽ സ്വാഭാവികമായി മറ്റുള്ളവർ ചിന്തിക്കും, ഓ നേരത്തെ ഉണ്ടായിരുന്ന ഭർത്താവിനോടൊപ്പം സ്നേഹമൊന്നും കാര്യമായിട്ട് ഉണ്ടായില്ല, അവൾ വേറെ ഭർത്താവിനെ തേടി ഇപ്പോൾ പോവുകയാണ്. അങ്ങനെ ഒരു ചിന്ത വരുമെന്നുള്ളൊരു പേടി ഉള്ളത് കൊണ്ട് ചിലപ്പോൾ അവരവരുടെ ആഗ്രഹമോ വിഷമമോ പുറത്തു പറഞ്ഞില്ല എന്ന് വരും. അങ്ങനെ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും. ഇപ്പം ഭർത്താവിൻ്റെ കുടുംബക്കാർ ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചു, അവൾക്ക് ഇത്രയും കാലം എൻ്റെ മോനെ ഇപ്പോൾ അവൾക്ക് വേണ്ട, അവളിപ്പോൾ വേറെ വഴിക്ക് പോവുകയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ഭാര്യമാരോ ഭർത്താക്കന്മാരോ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടവരാരാണോ അവരുടെ കുടുംബങ്ങൾ നിർബന്ധപൂർവ്വം ഇവരെ പ്രോത്സാഹിപ്പിക്കണം ഒരു പുനർവിവാഹത്തിന്. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു സെക്യൂരിറ്റി വലിയൊരു പ്രതിസന്ധിയാണ്. ഒത്തിരി പേര് ഈ വിധവകളെയൊക്കെ ചൂഷണം ചെയ്യുന്നതായിട്ട് നമുക്ക് അറിയാനിടയാവും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അതെല്ലാം ഒഴിവാകാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അവരുടെ ഒരു വിവാഹത്തിലൂടെ അവർക്ക് സ്വന്തമായിട്ട് ഒരാളുണ്ടെന്ന്, തന്നെ ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ട്, തനിക്ക് സുരക്ഷിതത്വം നൽകാൻ ഒരാളുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ആണുങ്ങളാണ് പുനർവിവാഹം ചെയ്യുന്നതെങ്കിൽ തനിക്കൊരു ആത്മധൈര്യം നൽകുവാൻ വേണ്ടിയിട്ട് ഒരാളെയും കൂടെ ദൈവം തന്നു എന്നുള്ള വലിയ ഒരു ബോധ്യത്തോടുകൂടെ അതൊക്കെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകണമെന്നാണ്. കാരണം ഇന്ന് നമ്മൾ ഒരു 3 ലക്ഷം ചെറുപ്പക്കാരോളം ക്രൈസ്തവ ചെറുപ്പക്കാർ ഇന്ന് വിവാഹം കഴിക്കാതെയൊക്കെ നിൽക്കുന്നുണ്ട്. അവരൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ ഇന്ന് സഭ പോലും ചില നിലപാടുകളൊക്കെ വ്യക്തമാക്കി കൊടുക്കണമെന്ന് തോന്നുന്നു. ഇത് വിധവകളായിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ചെറുപ്പക്കാർ വിവാഹം കഴിക്കാത്തവർ, യുവാക്കന്മാർ 40 വയസ്സൊക്കെ ആയിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഒന്ന് വിവാഹം ചെയ്തിട്ട് ഭർത്താവ് നഷ്ടപ്പെട്ടിട്ടുള്ളവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണമെന്ന് തോന്നുന്നു. കാരണം ഈ കാലഘട്ടം അത് ആഗ്രഹിക്കുന്നു. കാര്യം കാലഘട്ടത്തിൻ്റെ ഈ പ്രതിസന്ധി അങ്ങനത്തെ ഒരു കാര്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ആഹ്വാനം ചെയ്യുന്നത് പോലെ തോന്നും. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതലുള്ള ഈ സോഷ്യൽ സ്റ്റിഗ്മയാണ്, പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ സംസ്കാരത്തിൽ നിന്നും ചിന്തിക്കുമ്പോൾ. നമുക്കറിയാലോ, സതി പോലെയുള്ള ആചാരങ്ങൾ നിലനിന്നിരുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതോടൊപ്പം തന്നെ അറിയാം, ഒരു വിധവ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരുങ്ങി നടക്കാൻ പാടില്ല, പൊട്ടുകുത്താൻ പാടില്ല. ഇങ്ങനെ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് പക്ഷെ അതൊക്കെ ഇപ്പൊ ഇച്ചിരി മാറി വരുന്നുണ്ട്. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഉണ്ട് ചില സ്ഥലങ്ങളിൽ പലരുടെയും മനസ്സിൽ അതുണ്ടാവും. ഒരു യാഥാസ്ഥിതിക മനോഭാവത്തോടുകൂടി ചിന്തിക്കുന്ന പലരും ഇത് പറഞ്ഞില്ലെങ്കിലും അവരുടെ മനസ്സിലെങ്കിലും അവരുടെ നോട്ടത്തെങ്കിലും അത് നിഴലിക്കാം. അതായത് ഈ കാലഘട്ടത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, അങ്ങനെ 5 വർഷത്തിന് ശേഷമാണ് ആദ്യമായിട്ടൊരു കല്യാണത്തിന് പോയ ഒരു അമ്മച്ചിയെ കണ്ടു. ഭർത്താവ് മരിച്ചതിന് ശേഷം കല്യാണത്തിന് പോയത് 5 വർഷത്തിന് ശേഷം. നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള സാരി എടുത്തത് ആ പുള്ളിക്കാരത്തിൽ 5 വർഷത്തിന് ശേഷം. സിനിമയ്ക്ക് പോകുന്നു, മക്കളുടെ കൂടെ സിനിമയ്ക്ക് പോകുന്നത്, മക്കളുടെ കൂടെയാന്ന് ഓർക്കണം, സ്വന്തം ഒറ്റയ്ക്കല്ല, മക്കളുടെ കൂടെ സിനിമയ്ക്ക് പോയത് 5 വർഷത്തിന് ശേഷമാണ്. അപ്പോൾ അത്രയും സമയം എടുക്കുന്നു. അതായത് ഒരു ഭർത്താവ് മരിച്ചതിന് ഒരു 6 മാസം കഴിയുമ്പോൾ ഒരു വിവാഹത്തിന് പോയാൽ സ്വാഭാവികം എല്ലാവരും അവൾക്ക് വലിയ ദുഃഖമൊന്നും ഇല്ലാന്ന് തോന്നുന്നു, അവൾക്ക് പോയതിൽ പ്രശ്നമൊന്നും ഇല്ല എന്നൊരു ചിന്തിക്കുന്ന. ഇത് ശാസ്ത്രീയമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിലും പല സ്റ്റഡീസും നടന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, പുനർവിവാഹം നടത്തിയവരും വിധവകളും അല്ലെങ്കിൽ വിഭാര്യരുമായിട്ട് ഇരിക്കുന്നവർ തമ്മിലുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയൊക്കെ നടത്തിയിട്ടുണ്ട്. ജേണൽ ഓഫ് ജെറന്റോളജി, ജേണൽ ഓഫ് അഫക്റ്റീവ് ഡിസോർഡർ എന്നൊക്കെ പറയുന്ന ജേണൽസ് ഉണ്ട്. അതിനകത്തൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഈ പുനർവിവാഹം നടത്തിയവരിൽ ലെസ് ചാൻസ് ഓഫ് ഡിപ്രഷൻ, നിരാശ കുറവാണ്. കാര്യം അവർക്ക് ഇമോഷണൽ സപ്പോർട്ടിന് ഒരാളുണ്ട്. ലെസ് ചാൻസ് ഓഫ് ലോൺലിനെസ്, അവർക്ക് ഏകാന്തതയില്ല. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് വിഭാര്യരും വിധവകളുമായി കഴിയുന്നവർ കൂടുതൽ ഏകാന്തതയിൽ കഴിയുന്നു, അവര് ഡിപ്രഷനിലേക്ക് പോകുന്നു. ഫൈനാൻഷ്യൽ സപ്പോർട്ട് ആർക്കാണ് കൂടുതലായിട്ടുള്ളത്? വിവാഹം അതിലൊരു കാര്യമുണ്ട്, ലെസ് ചാൻസ് ഓഫ് ഡിവോഴ്സും ഉണ്ട്. അതായത് അവരുടെ പഴയ ജീവിതത്തിൽ വന്നുപോയ ചില തെറ്റുകൾ, ചില തിരുത്തപ്പെടേണ്ട മേഖലകളൊക്കെ അവർ പിന്നീടുള്ളതിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നവർ അതിനോട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പം പുനർവിവാഹത്തിന് അതിൻ്റെതായ ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷെ അപ്പൊ സമൂഹം അത് ചിന്തിക്കണം. ഇനി അവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, മക്കൾ അതിന് തയ്യാറാകണമെന്നോട് കൂടിയുള്ളതാണ്. അതായത് അപ്പനും അമ്മയോ മരിച്ചുപോയി. അപ്പോൾ അവര് അത് മനസ്സിലാക്കണം. എൻ്റെ അമ്മയ്ക്കോ അല്ലെങ്കിൽ എൻ്റെ അപ്പനോ അങ്ങനെ ഒരു ആവശ്യം ഉണ്ടാകും, അത് മനസ്സിലാക്കുക. ഇപ്പം കഴിഞ്ഞ ദിവസം എനിക്കറിയാവുന്ന ഒരു കുടുംബമാണ്, അമ്മച്ചി മരിച്ചുപോയി. അത് ഏകദേശം അപ്പച്ചൻ 65 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അമ്മച്ചി മരിച്ചത്. അപ്പോൾ അപ്പച്ചൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അപ്പച്ചനൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഒരു വിവാഹം കഴിച്ചാൽ കൊള്ളാം. പക്ഷെ മക്കൾ എന്ത് ചെയ്താൽ സമ്മതിച്ചില്ല. അവസാനം അപ്പൻ ഒക്കെ മക്കൾ പറയുന്നത് അനുസരിച്ചു. പക്ഷെ ആ അപ്പച്ചൻ്റെ അന്ത്യം ഒരു ദുഃഖകരമായിരുന്നു. കിടപ്പായി, ഒരു വെള്ളം കൊടുക്കാനോ ഒന്നും കൃത്യമായിട്ട്
മക്കള് തന്നെ അടുത്തുണ്ടായില്ല എന്നുള്ളതാണ്. അത് പറ്റിപ്പോയത് വലിയൊരു ട്രാജഡി എന്താന്ന് വെച്ചാൽ മകൻ മരിച്ചുപോയി. ഈ അപ്പം മരിക്കുന്നതിന് മുമ്പ് മകൻ മരിച്ചുപോയി. അപ്പൊ പിന്നെ മരുമകളല്ലേ ഉള്ളൂ, അത് കാര്യമായ നോട്ടം കിട്ടിയില്ല. നമ്മൾ ഇപ്പം ചിന്തിച്ചത് ഭർത്താവും ഭാര്യ മരിച്ചു പോകുന്നത് മാത്രമാണ്. എന്നാൽ മറ്റൊന്നും കൂടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഭാപരമായിട്ടും സിവിലായിട്ടും ഡൈവേഴ്സ് കിട്ടിയവരുണ്ട്. വിവാഹം കഴിച്ചിട്ട് എന്നാൽ ഏതെങ്കിലും രീതിയിലുള്ള ഇൻവാലിഡ് മാരേജ് നടന്നത് മൂലം, മാനസിക ദൗർബല്യം ഉള്ള ഒരു ജീവിത പങ്കാളിയെ ലഭിച്ചത് മൂലം ഡൈവേഴ്സ് ലഭിച്ചവർ, അതായത് സിവിൽ പരമായും അതേപോലെ തന്നെ സഭാപരമായിട്ടും ലഭിച്ചവർ ഇതേ രീതിയിൽ ഒരു പുനർവിവാഹത്തിന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടവും കൂടെയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് ചിലപ്പോൾ ഒരു ഭർത്താവിനെ വേണ്ടി വരത്തില്ലായിരിക്കും, പക്ഷെ മക്കൾക്ക് ചിലപ്പോൾ ഒരു നല്ല അപ്പനെ വേണ്ടി വരും. അതുപോലെ തന്നെ മുൻപോട്ട് പോയി കഴിയുമ്പോൾ ഈ സെക്യൂരിറ്റി ഒക്കെ വലിയൊരു പ്രശ്നമാണ്. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നവർക്ക് ഈ ഒരു ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു മെൻ്റൽ സപ്പോർട്ടും ഒക്കെ ആവശ്യമാണ്. അപ്പം മരിച്ച പോയ ഒരു ഇത് ചിന്താഗതി മാത്രമല്ല, മറിച്ച് ഇങ്ങനെ ഡൈവേഴ്സ് ആയിട്ടുള്ളവരും, അത് ലീഗലായിട്ട് ഡൈവേഴ്സ് ആയിട്ടുള്ളവരും ഒരു പുനർവിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുകയും, എനിക്ക് തോന്നുന്നു സഭ സത്വരമായ നടപടികൾ അതിനെടുക്കണം. നമ്മൾ ഈ ചെയ്യുന്ന ഒരു ചർച്ചയും ഇതുപോലെ പലരും ചർച്ച ചെയ്തിട്ടുണ്ടായി, ഈ ചർച്ചകളും അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകളും ഒക്കെ ഈ ഒരു മേഖലകളിൽ കൂടുതലായിട്ട് നിലനിൽക്കേണ്ടതുണ്ടെന്ന് മനസ്സ് പറയുന്നു. അതിനകത്ത് നമ്മൾ ഒന്നും കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പുനർവിവാഹം നടക്കുമ്പം മക്കളെ അംഗീകരിക്കുക കൂടി വേണം. ഈ പുനർവിവാഹം കഴിഞ്ഞു അതും ഒരു ഭയത്തിന്റെ ഒരു മേഖലയാട്ടോ. കാര്യം ഇനി വരുന്ന അമ്മ, രണ്ടാനമ്മ എന്ന് നമ്മൾ പറയുന്നത്, രണ്ടാനമ്മ ഈ മക്കളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുകയോ, അതൊരു സംശയത്തിന്റെ മേഖലയാണ്. അവിടെ അവരും മനസ്സിലാക്കണം, വിവാഹം കഴിഞ്ഞാൽ ഇത് ഭർത്താവിന്റെ മക്കളല്ല, എൻ്റെ മക്കളാണ്. അപ്പം ആ ഒരു മേഖല കൂടി നമ്മളൊന്ന് ചിന്തിക്കണം. അത് അവരെ അതുപോലെ ഇപ്പം ശരിയായിരിക്കും, വിവാഹം കഴിഞ്ഞ് വരുമ്പം അമ്മയ്ക്കും മക്കളുണ്ടാവും, അപ്പനും മക്കളുണ്ടാവും. ഇനി മുതൽ എൻ്റെ മക്കളല്ല, അല്ലെങ്കിൽ ഭർത്താവിന്റെ മക്കളല്ല, നമ്മുടെ മക്കളാണ്. അത് അല്ലെങ്കിൽ നല്ലൊരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്തു വേണം ഇവരെ ഒരു വിവാഹത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട്. സഭയ്ക്ക് ഒത്തിരി ചെയ്യാൻ സാധിക്കും, നല്ലൊരു ഒരുക്കം അതിന്റെ പിന്നിൽ ആവശ്യം. അപ്പൊ അത് ഈ പ്രീകാന കോഴ്സ് കൊടുക്കുന്ന പോലെ തന്നെ അവിടെയും ഒരു കോഴ്സ് കൊടുക്കേണ്ടി വരും. ഈ മക്കൾക്ക് പരസ്പരം അംഗീകരിക്കണം, അതുപോലെ തന്നെ ഈ അപ്പൻ മറ്റു മക്കളെ അംഗീകരിക്കണം, അമ്മ മറ്റു മക്കളെ അംഗീകരിക്കണം. പക്ഷെ അങ്ങനെ വന്നാൽ, എനിക്കറിയാം ഞങ്ങളുടെ ബാച്ചിൽ തന്നെ ഉണ്ട് ഒരച്ഛൻ്റെ അപ്പൻ പുനർവിവാഹം കഴിച്ച് മക്കളുണ്ട്, 2 ഇതിലും മക്കളുണ്ട്. അവരിപ്പോൾ വിവാഹം കഴിഞ്ഞ് മനോഹരമായി ജീവിക്കുന്ന ഒരു കുടുംബജീവിതം. അപ്പൊ കാര്യം ഇപ്പൊ അപ്പനും അമ്മയും ഒറ്റയ്ക്കാ, അവര് പക്ഷെ സന്തോഷകരമായി ജീവിക്കുന്നു അവര്. അപ്പം സഭ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുമ്പോൾ നിർബന്ധിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. ഇങ്ങനെ ഒരു മേഖലയുണ്ട്. നമ്മള് സഭ ആഗ്രഹിക്കുന്നില്ല വിധവകൾ വിധവകളായിട്ട് തന്നെ ജീവിക്കണം, അല്ലെങ്കിൽ വിഭാര്യരായിട്ട് തന്നെ ജീവിക്കണം എന്ന് സഭ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ പൗലോസ്ലീഹയുടെ കാര്യം പറഞ്ഞു, അത് ആ ഒരു കോണ്ടെക്സ്റ്റിൽ മാത്രമാണ് പൗലോസ്ലീഹ അത് ഉദ്ദേശിച്ചത്. അത് നമ്മൾ ഒരിക്കലും എല്ലായിടത്തേക്കും അത് ജനറലൈസ് ചെയ്യരുത്. സഭ ആഗ്രഹിക്കുന്നത് ഒരിക്കലും സ്ത്രീയോ പുരുഷനോ ഏകനായിരിക്കാനല്ല, ഒരു തുണയുണ്ടാകണം. അത് വിവാഹം കഴിഞ്ഞു, ഭാര്യ മരിച്ചുപോയെങ്കിൽ, ഭർത്താവ് മരിച്ചുപോയെങ്കിൽ, സാഹചര്യങ്ങളൊക്കെ ഒത്തുവരുമ്പോൾ ഒരു വിവാഹം കൂടി കഴിച്ചാൽ ഒരു തുണയുണ്ടാകും. അത് മുന്നോട്ടുള്ള ജീവിതത്തിന്, കുടുംബ ബന്ധങ്ങൾക്ക് കൂടുതൽ ദൃഢത കൊടുക്കും, ഏകാന്തത ഇല്ലാതാകും. അപ്പോൾ അത് ഒരു മനുഷ്യന്റെ വളർച്ചയ്ക്ക്, ഇനിയും വളർച്ച എന്നുള്ളത് മരണം വരെ വളരുമല്ലോ, അപ്പൊ ആ വളർച്ചയ്ക്കും ഒരുപാട് സഹായിക്കും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, സമൂഹം ഒന്ന് ചിന്തിച്ചു നോക്കണം. നമ്മുടെ ഇടയിൽ വിധവകളായി കഴിയുന്നവരുണ്ട്, വിഭാര്യരായി കഴിയുന്നവരുണ്ട്. അവർക്കൊരു പുനർവിവാഹം ആഗ്രഹമുണ്ടെങ്കിൽ അത് സാധ്യമാക്കി കൊടുക്കുക, പ്രോത്സാഹിപ്പിക്കുക. അത് എന്നും നന്മയിലാണ് അവസാനിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വിധവകൾക്ക് വേണ്ടി, വിഭാര്യർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ല ഒരാഴ്ച ആശംസിക്കുന്നു.